പഴയകാല കിഴങ്ങുവർഗ്ഗങ്ങളുടെ തിരിച്ചുവരവൊരുക്കി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടത്തിൽ 300 സൗജന്യ കിഴങ്ങുവർഗ്ഗ കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഭക്ഷ്യപ്രതിസന്ധി മറികടക്കുന്നതിനും കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷി സാർവത്രികമാക്കുന്നതിനുമായി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയകാല കിഴങ്ങുവർഗ്ഗങ്ങളുടെ തിരിച്ചുവരവിനു വേണ്ടി കിഴങ്ങുവർഗ്ഗ കിറ്റുകൾ വിതരണം ചെയ്തു. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ എന്നിവയാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 17 വാർഡുകളിലെ അപേക്ഷ നൽകിയ 700 പേരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 300 പേർക്ക് കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്തു. കുട്ടമ്പുഴ ഷെൽട്ടർ അങ്കണത്തിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളകയ്യൻ നിർവഹിച്ചു. നമുക്കറിയാം, ഇത് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് താമസിച്ചെന്ന് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. കാരണം നമുക്ക് നല്ല ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞ വർഷം നമുക്ക് ലാസ്റ്റ് പറ്റിയില്ല. അപ്പോൾ ഈ വർഷം അതുകൊണ്ട് ആദ്യ ടൈമിൽ ഇപ്പോൾ ഏറ്റവും നല്ല വരാൻ പോകുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് വിത്ത് ആവുന്നേ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വിത്ത് നടാൻ മാത്രമുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. അതിൻ്റെ എന്തൊക്കെയാണെന്ന് പറയാം. ചാക്ക് കൊണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഇഞ്ചിയുണ്ട്, അതിൽ 2 കിലോ ഇഞ്ചിയാണ് നമുക്കുള്ളത്. ഹിമാചൽ ഇനത്തിൽ വരുന്ന നല്ല ഇഞ്ചിയാണ്, ഇഞ്ചി വിത്താണ്. അതുപോലെ മഞ്ഞൾ 3 കിലോ മഞ്ഞളുണ്ട്. കാച്ചിൽ 2 കിലോ കാച്ചിലുണ്ട്. ചേമ്പ് ആണെങ്കിൽ 2 കിലോ ഉണ്ട്. ചേനയും 3 കിലോ. അങ്ങനെ 12 കിലോ വിത്താണ്. ഏകദേശം 1000 രൂപ വില വരുന്ന വിത്താണ് നിങ്ങൾക്ക് തരുന്നത്. നമുക്കറിയാം, ഈ വിത്ത് കൊണ്ടുപോയിട്ട് പല കർഷകരും നമ്മൾ ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും നമ്മുടെ കാറൊക്കെ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇടുന്നതിൻ്റെ സൈഡിൽ എവിടെയും കൊണ്ട് പോർച്ചിൽ എവിടെയും ഉണങ്ങി പോകുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് കർഷകർ അത് ചെയ്ത് അതിന് ജീവനുള്ള വസ്തുവാണ് തരുന്നത്. അപ്പോൾ ആ വിത്താണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മൃഗശല്യമൊക്കെ ഉണ്ട് എങ്കിലും അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സീസൺ ഇടവിള കൃഷിയും സമഗ്രമായ പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് മാംസ്യവും ജീവകങ്ങളും അടങ്ങിയ സമീകൃത പോഷകാഹാരത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CBKA, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EC റോയി, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോഷി പൊട്ടക്കൽ, ഷീല രാജീവ്, ആലി സിബി, മേരി കുര്യാക്കോ, ശ്രീജ ബിജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു KC, കൃഷി അസിസ്റ്റന്റുമാരായ ജസീന MH, ഷെമി MM എന്നിവർ പ്രസംഗിച്ചു. കൃഷി ഓഫീസർ ബോസ് മത്തായി പദ്ധതി വിശദീകരണവും നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.